ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവചനം കേൾക്കുമ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ, ഈ വചനത്തിലൂടെ കർത്താവെ എന്നോട് സംസാരിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. റോമാക്കാർക്ക് എഴുതിയ പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്ന് എടുത്ത ഇന്നത്തെ ഈ തിരുവെഴുത്ത് അധികാരത്തെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചും ദൈവത്തിന് കീഴിൽ നല്ല പൗരന്മാരായി ജീവിക്കുന്നതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ഇത് സാധാരണ ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ അനുസരണം, നമ്മുടെ സത്യസന്ധത, നമ്മുടെ അച്ചടക്കം, സമൂഹത്തിലെ നമ്മുടെ സ്ഥാനം എന്നിവയെ വിശ്വാസത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ഉയർത്തുന്നതിൽ വിശാലമായ കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശക്തമായ ഒരു സാമ്രാജ്യത്തിന് കീഴിൽ ജീവിക്കുന്ന വിശ്വാസികൾക്ക് പൗലോസ് ശ്ലീഹ എഴുതിയത് ഇപ്രകാരമാണ്: എല്ലാ അധികാരവും ആത്യന്തികമായി ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നും ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ചില ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നു എന്നും അവരെ പഠിപ്പിച്ചു. നന്മ ചെയ്യുന്നവർ ഭയത്തിൽ ജീവിക്കേണ്ടതില്ല എന്നും നല്ലതിന് പ്രതിഫലം നൽകാനും തെറ്റ് തടയാനും ശരിയായ അധികാരം നിലവിലുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. ശിക്ഷയെ ഭയന്ന് മാത്രമല്ല, ശുദ്ധമായ മനസ്സാക്ഷിയെ അനുസരിക്കാൻ വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ഏതൊരാൾക്കും ഈ ജ്ഞാനം ദൈനംദിന ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനും സത്യസന്ധതയോടെ പ്രവർത്തിക്കാനും ക്രമത്തെയും അച്ചടക്കത്തോടുള്ള ജീവിതത്തെ ബഹുമാനിക്കുവാനും ദൈവത്തിൻ്റെയും മറ്റുള്ളവരുടെയും മുൻപാകെ ശുദ്ധമായ ഒരു മനസ്സാക്ഷി നിലനിർത്താനും ഇന്ന് നമുക്ക് കഴിയട്ടെ. ഇന്ന് ഈ പ്രഭാത പ്രാർത്ഥന ആരംഭിക്കുന്നത് കടമയുടെയും ക്രമത്തിൻ്റെയും ചെറിയ കാര്യങ്ങളിൽ പോലും മറ്റുള്ളവരുടെ ഇടയിൽ നാം എങ്ങനെ ജീവിക്കുന്നു എന്നത് ദൈവത്തെ എങ്ങനെ സേവിക്കുന്നു എന്നതിൻ്റെ ഭാഗമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്ന് നമ്മുടെ അധികാരികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കുടുംബത്തിലുള്ള, ഭവനത്തിലുള്ള, നമ്മുടെ ജോലി സ്ഥലത്തുള്ള, സഭയിലുള്ള, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള, നമ്മുടെ സമൂഹത്തിലുള്ള, രാഷ്ട്രത്തിലുള്ള എല്ലാ അധികാരികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അധികാരികളിൽ കൂടി ദൈവം തന്നെയാണ് നമ്മോട് ഇടപെടുന്നത്. അതിനാൽ നന്മ ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട്. തിന്മ ചെയ്യുന്നവർക്ക് മാത്രമേ ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ. നന്മ ചെയ്യുന്നവർക്ക് ഒരിക്കലും ഭയത്തിൻ്റെ ആവശ്യമില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഓരോ അധികാരവും ദൈവം നമുക്ക് നേരെ നൽകിയിരിക്കുന്നത്. അതിനാൽ നമുക്ക് അധികാരത്തെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും വിനയത്തോടെ സ്വീകരിക്കുവാനും ഇന്ന് നമുക്ക് സാധിക്കട്ടെ. ഒരുപക്ഷെ നമ്മെക്കാളും കുറവുള്ളവരോ പ്രാപ്തി കുറഞ്ഞവരോ കഴിവ് കുറഞ്ഞവരോ നമുക്ക് അധികാരികളായിട്ട് വന്നേക്കാം. എന്നാൽ ഇത് ദൈവം നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് ഓർത്ത് ഓരോ അധികാരത്തെയും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റവും ഭംഗിയോടെ അച്ചടക്ക ബോധത്തോടെ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ഏതൊരു അധികാരത്തെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാറ്റിലും ഉപരി ദൈവമാണ് നമ്മുടെ പരമോന്നത അധികാരം. അതിനാൽ ഓരോ അധികാരിയെയും നാം ബഹുമാനിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് ബഹുമാനിക്കുന്നത്. ഇന്ന് നമ്മുടെ മാനുഷികമായ അധികാരികളെ ബഹുമാനത്തോടെ കാണാനും അവർക്കു വേണ്ടി ദൈവിക ജ്ഞാനം അവരെ നയിക്കുന്നതിന് വേണ്ടി ഓരോ അധികാരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അധികാരികൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഹിതമനുസരിച്ചുള്ള തീരുമാനങ്ങൾ അവർ എടുക്കുന്നതിന് വേണ്ടിയും നമുക്ക്
ഓരോ അധികാരിക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച്, ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയ ഒരു അത്ഭുതം നടത്തണമേ എന്ന ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അധികാരികളുമായുള്ള പിണക്കങ്ങൾ, ശത്രുത എല്ലാം ഈ പ്രാർത്ഥനയിൽ മാറിപ്പോകുന്നതിനു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഓരോരുത്തനും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കും. സൽപ്രവൃത്തികൾ ചെയ്യുന്നവർക്കല്ല, ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത്. നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ? എങ്കിൽ നന്മ ചെയ്യുക, നിനക്ക് അവനിൽ നിന്ന് ബഹുമതിയുണ്ടാകും. എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്കു വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്. എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നു എങ്കിൽ പേടിക്കണം. അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല. തിന്മ ചെയ്യുന്നവനെതിരായി ദൈവത്തിൻ്റെ ക്രോധം നടപ്പാക്കുന്ന ദൈവ ശുശ്രൂഷകനാണ് അവൻ. ആകയാൽ ദൈവത്തിൻ്റെ ക്രോധം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, മനസ്സാക്ഷിയെ മാനിച്ചും നിങ്ങൾ വിധേയത്വം പാലിക്കുവിൻ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അധികാരികളുമായുള്ള ഞങ്ങളുടെ ബന്ധത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അധികാരികളുമായുള്ള ശത്രുതാ മനോഭാവം, എതിർത്ത് സംസാരിക്കുന്ന മനോഭാവം, അവർ എന്തു പറഞ്ഞാലും തിരികെ ഉത്തരം പറയുന്ന സ്വഭാവം, അവരെന്ത് പറഞ്ഞാലും അവരെ അംഗീകരിക്കാത്ത സ്വഭാവം, കർത്താവേ, അധികാരികളെ വെറുക്കുന്ന സ്വഭാവം, അനുസരിക്കാത്ത സ്വഭാവം, അവർക്കെതിരെ പിറുപിറുക്കുന്ന സ്വഭാവം, അധികാരികൾക്കെതിരെ വിമർശിക്കുന്ന സ്വഭാവം, ഇന്ന് ദൈവത്തിൽ നിന്നും അകറ്റുന്ന, ഞങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായ ഈ സ്വഭാവത്തിൽ നിന്ന് ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ അധികാരികളെ ബഹുമാനിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ആദ്യത്തെ അധികാരി ഞങ്ങളുടെ പിതാവും മാതാവും. കർത്താവെ, ഞങ്ങളുടെ അപ്പനെയും അമ്മയെയും അവരുടെ അധികാരത്തെ മാനിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെ അധികാരത്തെ, കുടുംബനാഥൻ്റെ അധികാരത്തെ മാനിക്കുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. സഭയിലെ അധികാരികളെ ബഹുമാനിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ഔദ്യോഗിക രംഗത്തിൽ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ അധികാരികളെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കണമേ. നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അധികാരികളെയും, ഭവനത്തിനകത്തും പുറത്തുമുള്ള അധികാരികളെ, ദൈവേഷ്ടപ്രകാരം ജീവിക്കുന്നതിനും അധികാരങ്ങൾ നടപ്പിലാക്കുന്നതിനും സത്യസന്ധമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഞങ്ങളുടെ അധികാരികൾക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ജ്ഞാനത്താൽ അവരെ നിറയ്ക്കണമേ. ദൈവമേ, ഞങ്ങളുടെ അധികാരത്തെ നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് നൽകിയ അധികാരത്തെ കർത്താവേ, ഏറ്റവും ഉത്തരവാദിത്വത്തോടെ ചെയ്തു തീർക്കാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ അധികാരത്തിന് കീഴിലായിരിക്കുന്നവരെ പരിശുദ്ധാത്മാവേ, നീ തന്നെ അവരെ സംതൃപ്തപ്പെടുത്തണമേ. കർത്താവായ ദൈവമേ, ഇന്ന് അധികാരികളുമായുള്ള ഞങ്ങളുടെ ബന്ധത്തെ നീ മെച്ചപ്പെടുത്തി അവരെ ബഹുമാനിക്കുന്നതിനും അനുസരിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങൾ ഇന്നോളം അവരെ വിമർശിക്കുകയും അവർ ചെയ്യുന്നതെല്ലാം തെറ്റായി കണക്ക് കൂട്ടുകയും ചെയ്തു. എന്നാൽ കർത്താവേ, ഇതെല്ലാം നിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി അധികാരങ്ങളെ അനുസരിക്കാനുള്ള അനുസരണയുടെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെ ഏറ്റവും ഭംഗിയായി നിറവേറ്റുന്നതിന്, അധികാരികളെ ബഹുമാനിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ. കർത്താവേ, പലപ്പോഴും ഞങ്ങളെക്കാൾ പ്രാപ്തിയില്ലാത്ത, ഞങ്ങളോടൊപ്പം കഴിവില്ലാത്ത, ഞങ്ങളുടെ അത്രയും വിദ്യാഭ്യാസമില്ലാത്ത അധികാരികളെ പലപ്പോഴും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ഞാൻ അറിയുന്നു, സകല അധികാരവും ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്ന് അധികാരത്തെ ബഹുമാനിക്കാനും അനുസരിക്കാനും എന്നെ ഏൽപ്പിച്ച ജോലികൾ ഏറ്റവും വിശ്വസ്തയോടെ ക്ഷമാപൂർവം ചെയ്യുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, എന്തെന്നാൽ എല്ലാറ്റിലും ഉപരി അവിടുന്നാണ് ഞങ്ങളുടെ അധികാരി. ഞങ്ങളുടെ ഈ ചെറിയ അധികാരികളെ ബഹുമാനിക്കുമ്പോൾ, അനുസരിക്കുമ്പോൾ അത് ദൈവത്തെ തന്നെയാണ് അനുസരിക്കുന്നത്, ബഹുമാനിക്കുന്നത് എന്ന ബോധ്യം നൽകി ഇന്ന് അധികാരികളുമായുള്ള ഞങ്ങളുടെ ബന്ധത്തിലുള്ള എല്ലാ വീഴ്ചകളും മാറ്റി, എല്ലാ അകൽച്ചയും മാറ്റി ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ. എന്തെന്നാൽ നിന്റെ അനുഗ്രഹം ഞങ്ങളിലേക്ക് എത്തുന്നത് ഞങ്ങളുടെ ഭൗമികമായ അധികാരികളിലൂടെയാണ്, ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ, ഞങ്ങളുടെ ഗുരുക്കന്മാരിലൂടെ, അധ്യാപകരിലൂടെ, ജോലി സ്ഥലത്തെ ഞങ്ങളുടെ അധികാരികളിലൂടെ, രാഷ്ട്രത്തിൻ്റെ അധികാരികളിലൂടെ, വിവിധ ദേശത്തിൻ്റെ സ്ഥലത്തിൻ്റെ അധികാരികളിലൂടെയാണ്. കർത്താവെ, അതിനാൽ തന്നെ അധികാരങ്ങളെ മാനിക്കാൻ ഇന്നു മുതൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നന്മയുണ്ടാകണമെങ്കിൽ അത് അധികാരികളിലൂടെ മാത്രമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള വിശാലമായ ഹൃദയം നൽകി ദൈവം നൽകിയിട്ടുള്ള അധികാരികളെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും അനുസരിക്കാനും എളിമപ്പെട്ട് ഉത്തരവാദിത്തങ്ങളെ ഭംഗിയായി ചെയ്യുന്നതിനും ഭയം കൂടാതെ എല്ലാ കാര്യങ്ങളും സത്യസന്ധതയോടെ ചെയ്യുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, അങ്ങയുടെയും ഞങ്ങളുടെ ഭൗമിക അധികാരികളുടെയും പ്രീതിക്ക് പാത്രമാകുവാൻ ഇന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഇതുവരെ ഞങ്ങൾ അധികാരങ്ങൾക്ക് നേരെ മറുതലിച്ചു നിന്ന സ്വഭാവത്തെ എടുത്തുമാറ്റി അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അധികാരികൾ തെറ്റ് ചെയ്യുന്നു എങ്കിൽ അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു വിശാലമായ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, അധികാരികളും ഞങ്ങളും തമ്മിലുള്ള എല്ലാ അകൽച്ചകൾ മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് ഈ ലോകം മുഴുവനിലുമുള്ള അധികാരത്തിന് കീഴിൽ ആയിരിക്കുന്നവരെയും അധികാരത്തിലായിരിക്കുന്നവരെയും ഇന്ന് നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദൈവമേ, ഞങ്ങൾക്ക് കിട്ടാനുള്ള നന്മകളെ ഞങ്ങളുടെ അധികാരികളിൽ കൂടി ഇന്ന് നീ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സാധിച്ച് ഞങ്ങൾക്ക് നീ നൽകിയിട്ടുള്ള അധികാരികളുടെ പ്രീതിക്ക് ഇന്ന് ഞങ്ങൾ പാത്രരാകുന്നതിന് നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ. നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കണമേ. ലക്ഷ്യം കാണാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ ജോലിയും സത്യസന്ധതയോടെ ചെയ്യാനും ഭയം കൂടാതെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വ ബോധവും അച്ചടക്ക ബോധവും നൽകി ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് ക്രമപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, എന്നാൽ എൻ്റെ മനസ്സാക്ഷിയെ ഓർത്ത് നന്മ ചെയ്യുന്നതിന് കർത്താവെ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഭയം കൂടാതെ നന്മ ചെയ്യുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, അധികാരികൾ പറയുന്നത് ദൈവത്തിൽ നിന്നും ഏറ്റെടുത്ത് അത് ചെയ്യുന്നതിന്, നന്മ ചെയ്യുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തിന്മ പ്രവർത്തിക്കുന്ന അധികാരികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നന്മ പ്രവർത്തിക്കുന്ന മേധാവികളാകാൻ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ, ഔദ്യോഗികമായ ആവശ്യങ്ങളെ, സാമ്പത്തിക ആവശ്യങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ, മക്കളുടെ ആവശ്യങ്ങളെ, ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളെ,
എല്ലാം, ജോലിയുടെ ആവശ്യങ്ങളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആരോഗ്യത്തിൻ്റെ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ. എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയോടെ ചെയ്യുന്നതിനും ഇന്ന് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്നതിനും ആരോഗ്യപരമായ ഒരു ജീവിതം, ഒരു മനസ്സ് ഇന്ന് ഞങ്ങൾക്കുണ്ടാകുന്നതിന് കർത്താവേ, ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഈ സമയം ഞാൻ ഓർക്കുന്നു. കർത്താവേ, പൂർണ്ണഗർഭിണിയായ ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നോർമൽ ഡെലിവറി ആക്കി ആ മകൾക്ക്, ആ ഗർഭസ്ഥ ശിശുവിനും കർത്താവേ പരിപൂർണ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കടബാധ്യതയിൽ കഴിയുന്ന മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 1 വയസ്സുള്ള കുഞ്ഞിന് ബർത്ത്ഡേക്ക് ഒരു ഉടുപ്പ് പോലും വാങ്ങാൻ നിവൃത്തിയില്ലാത്ത മാതാപിതാക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. MBBS പരീക്ഷ എഴുതുന്ന ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിസ ലഭിക്കാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിസയുടെ കാലാവധി തീരാറായി ഒരു ജോലി പോലും കിട്ടാതെ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് ജോലിയില്ലാതായിരിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നാട്ടിലും വിദേശത്തും ജോലിക്കുള്ള കുറവുകളെ സമർപ്പിക്കുന്നു. നല്ല ഒരു ജോലി നൽകി, ഒരു സ്ഥിരമായ വരുമാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ആവശ്യമായ സമ്പത്തിനെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ, കുടിക്കുന്ന പാനീയങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഞങ്ങൾ പാത്രരാകുന്നതിന് കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അത് നിറവേറ്റുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ, നിയോഗങ്ങളെ ഒന്നുകൂടെ ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് നിന്റെ ശക്തിയും കൃപയും ജ്ഞാനവും സ്നേഹവും ഞങ്ങളിൽ കുറവുള്ളതെല്ലാം ഇന്ന് നീ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പ്രത്യേകം ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. കർത്താവേ, ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബയോപ്സി റിസൾട്ട് റീടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു മകൾക്ക് ആ റിസൾട്ട് നോർമലാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, അനുഗ്രഹിക്കണമേ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹിതരാകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഭവനത്തിലുള്ള എല്ലാ ചടങ്ങുകളും ഭംഗിയായി നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാറ്റിലും നിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കാനും ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ദൈവമേ, അങ്ങാണ് ഞങ്ങളുടെ പരമോന്നത അധികാരി. അതിനാൽ അങ്ങയെ അനുസരിക്കുന്നതിനും അങ്ങ് നൽകിയ മറ്റധികാരികളെ, ഭൗമികമായ അധികാരികളെ അനുസരിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകം നൽകി, ഒരു പുതുജീവൻ നൽകി, പുതിയ സന്തോഷം നൽകി കർത്താവേ, ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നമ്മുടെ അധികാരികളോട് പൂർണ്ണമായി ക്ഷമിക്കുന്നതിനും അവരെ ബഹുമാനിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും കൃപ തരട്ടെ. നമ്മുടെ അധികാരികളിൽ കൂടി ഇന്ന് ദൈവം നമ്മെ അനുഗ്രഹിച്ച് ഉയർത്തുന്നതിന് ഇടയാകട്ടെ. എല്ലാ മേഖലയിലും നമുക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നതിന് ദൈവം നമ്മുടെ അധികാരികളെ അനുഗ്രഹിക്കുന്നതിനും ഇന്ന് ഇടയാകട്ടെ. എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ മഹത്വം ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. വിജയം നൽകി, സംരക്ഷണം നൽകി, അനുഗ്രഹം നൽകി, ആരോഗ്യം നൽകി, ആയുസ്സ് നൽകി ഇന്ന് കർത്താവ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന ഷെയർ ചെയ്യാൻ മറക്കരുത്. കർത്താവ് നിങ്ങളുടെ അനുഗ്രഹം ഇരട്ടിയാക്കും. God bless you. Have a blessed day.